നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെയും ക്രമക്കേടുകളെയും തുടർന്ന് രാജ്യം കണ്ട ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനൊടുവിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിന് പിന്നാലെ മന്ത്രാലയത്തിന്റെ പുതിയ ചുമതലക്കാരനെ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. നിലവിലെ കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി വകുപ്പ് മന്ത്രിയായ പ്രഹ്ലാദ് ജോഷിക്കാണ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അധിക ചുമതല നൽകിയിരിക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി രാഷ്ട്രപതി സ്വീകരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് വൈകിട്ടോടെ രാഷ്ട്രപതി ഭവൻ ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവ് പുറത്തിറക്കിയത്. ഡൽഹി ജന്തർ മന്ദിറിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്നുവന്ന ശക്തമായ പ്രക്ഷോഭത്തിന്റെ 35ാം ദിവസമാണ് ധർമ്മേന്ദ്ര പ്രധാൻ പദവിയിൽ നിന്നും പടി ഇറങ്ങിയത്. രാജ്യത്തെ കലുഷിതമായ അന്തരീക്ഷം മുതലെടുക്കാൻ രാജ്യവിരുദ്ധ ശക്തികൾ ശ്രമിക്കുന്നത് തടയാനും വിദ്യാർത്ഥികളുടെ ഭാവിയും പഠനവും മുൻനിർത്തിയാണ് താൻ രാജിവെക്കുന്നതെന്നാണ് പ്രധാൻ തന്റെ രാജിക്കത്തിൽ വ്യക്തമാക്കിയത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി പ്രഖ്യാപനത്തിന് പിന്നാലെ കേന്ദ്ര സർക്കാരുമായി CJP പ്രതിനിധികൾ നടത്തിയ നിർണായക ചർച്ചകൾക്കൊടുവിൽ സമരം താൽക്കാലികമായി അവസാനിപ്പിക്കാൻ വിദ്യാർത്ഥി സംഘടനകൾ തീരുമാനിച്ചു. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ് എന്നിവരുമായി CJP വക്താക്കളായ സൗരവ് ദാസ്, അശുതോഷ് റാങ്ക എന്നിവർ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് സമരം അവസാനിപ്പിക്കുന്നതിനായി ഔദ്യോഗികമായി ചർച്ച നടന്നതും ശേഷം സമരം അവസാനിപ്പിച്ചതായി അറിയിച്ചതും. ചോദ്യപേപ്പർ ചർച്ചയിൽ ഇരയായ വിദ്യാർത്ഥികളുടെയും പ്രക്ഷോഭകരുടെയും എല്ലാ ആവശ്യങ്ങളും കേന്ദ്ര സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നും നടപ്പിലാക്കാമെന്നും നൽകിയ ഉറപ്പിന്മേലാണ് ജന്തർ മന്ദിറിലെ സമരം പിൻവലിച്ചത്. ബോസ്റ്റൺ യൂണിവേഴ്സിറ്റി ബിരുദധാരിയായ അഭിജിത് ദീപ്കയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ സമരം കേന്ദ്ര ഭരണകൂടത്തെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കി ഒടുവിൽ തങ്ങളുടെ ആവശ്യങ്ങൾ ഒന്നൊന്നായി നേടിയെടുക്കുകയായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പുതിയ ചുമതല ഏറ്റെടുക്കുന്ന പ്രഹ്ലാദ് ജോഷി BJPയിലെ ഏറ്റവും പരിചയസമ്പന്നനും BJP ദേശീയ നേതൃത്വത്തിന് അതീവ വിശ്വാസവുമുള്ള മുതിർന്ന നേതാക്കളിൽ ഒരാളുമാണ്. കർണാടകയിലെ ധവാഡ് മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായി ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജോഷി കർണാടക BJP അധ്യക്ഷനായും മുൻപ് കൽക്കരി, ഖനി, പാർലമെന്ററി കാര്യ വകുപ്പുകളുടെ ചുമതലക്കാരനായും മികവ് തെളിയിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ സ്വയംസേവക സംഘവുമായുള്ള കടുത്ത ആശയബന്ധവും സംഘടനാ മികവുമാണ് അടിയന്തര ഘട്ടത്തിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു മന്ത്രാലയത്തിന്റെ ചുമതല ജോഷിയെ ഏൽപ്പിക്കാൻ BJPയെ പ്രേരിപ്പിച്ചത്. രാജിക്ക് തലേദിവസം പോലും വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ മോദി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും സമരത്തെ വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്ന സാമൂഹിക വിരുദ്ധർക്കെതിരെ വിദ്യാർത്ഥികൾ ജാഗ്രത പാലിക്കണമെന്നും ജോഷി പ്രതികരിച്ചിരുന്നു. പരീക്ഷാ തട്ടിപ്പുകൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന ഉറപ്പോടെയാണ് ജോഷി പുതിയ ദൗത്യത്തിലേക്ക് കടക്കുന്നത്. ഏതായാലും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം അവർ അവസാനിപ്പിച്ചിരിക്കുന്നു. കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം അവർ ഔദ്യോഗികമായി സമരം അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു. ഇപ്പോൾ നിലവിൽ ജന്തർ മന്ദിറിൽ അവരുടെ സമരപ്പന്തൽ പൊളിച്ചു മാറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. വിദ്യാർത്ഥികൾ തന്നെ നേരിട്ടാണ് പരിസരമൊക്കെ വൃത്തിയാക്കിക്കൊണ്ട് സമരം അവസാനിപ്പിച്ചത് അറിഞ്ഞതിന് ശേഷവും അവിടെ തുടർന്ന് സമരപ്പന്തലൊക്കെ അഴിച്ചു മാറ്റുന്നതിലും കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ് എന്നിവരുമായി CJP നേതാക്കൾ ചർച്ച നടത്തിയത് വിജയം കണ്ടിരിക്കുന്നു. എന്താണും രണ്ടു വട്ടവും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ തട്ടി ചർച്ച പരാജയപ്പെട്ടിട്ടും ഇന്ന് ചർച്ച ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരുന്നു. എന്തായാലും വൻ വിജയമാണ് CJP അവരുടെ 36 ദിവസം നീണ്ടുനിന്ന ചരിത്രപരമായ സമരത്തിനൊടുവിൽ നേടിയെടുത്തത്.